അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. രാത്രി ഒരു 8:30 ഒക്കെ ആയിട്ടോ നമ്മളെത്തിയപ്പോഴത്തേനും. ഓൾറെഡി നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരെ ഫ്രഷായി വന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങിയായിരുന്നേ. നല്ലൊരു ഉറക്കവും പാസ്സാക്കി ഇരുന്നിട്ടപ്പം കുറച്ചധികം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കണമല്ലോ. ഞങ്ങളിതേ അതിനുവേണ്ടി ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. ഇന്നൊരു റിലാക്സ് ഡേ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരുന്ന വഴി ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് നമ്മളെ ആകെ ഒന്ന് ചില്ല് ചെയ്തിരിക്കണേന് കേട്ടോ. വൈകിട്ട് നമുക്കൊരു കുട്ടി ആനിവേഴ്സറി സെലിബ്രേഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തിയായിരുന്നേ. വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓൾറെഡി കിടന്നായിരുന്നു. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കവറിൻ്റെ വീഡിയോ കണ്ടത്. എന്നാൽ അതൊന്ന് പോയി കണ്ടു കളയാമെന്ന് വിചാരിച്ച് നമ്മൾ പിള്ളേരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റഡ് വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ചെന്ന സ്പോട്ടിൽ അന്ന് കവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുമ്പളങ്ങിയിലും നീണ്ടകരയിലുമാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 സ്ഥലത്തും ഇല്ലായിരുന്നു. നമ്മൾ ഇറങ്ങി കുറച്ചധികം നേരം നിന്ന് നോക്കിയായിരുന്നു. അങ്ങനെ എന്നാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. നമ്മളിപ്പോൾ പോകുന്നത് നീണ്ടകരയിലായിട്ടാണ് കേട്ടോ. ഇനി അവിടെ ഉണ്ടാകുന്ന അറിയാനായിട്ട്. പക്ഷെ അവിടെയും ഇല്ലായിരുന്നു. നമ്മൾ ചെന്ന സ്പോട്ടിൻ്റെ ആയിരുന്നു. വേറെ സ്ഥലത്ത് കവര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നതും വരുന്നതും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കൊച്ചുങ്ങളായിട്ട് അത്രയും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ ഓൾറെഡി ഉറങ്ങിയും പോയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പം. അപ്പോൾ പിന്നെ ഇവരെ എടുത്തുകൊണ്ട് നടക്കൽ പറ്റാത്ത കാരണം നമ്മൾ പോയില്ല. വേറൊരു ദിവസം വരാമെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയായിരുന്നേ. എല്ലായിടത്തും ഉത്സവവും പെരുന്നാളൊക്കെ ആയത് കാരണം വഴിയിലൊക്കെ നിറച്ച് തോരണങ്ങളും ലൈറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേർ ആ സമയമായപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇതേ ചെന്ന് ഫ്യൂവലൊക്കെ അടിച്ച് ഓരോ ചായ കുടിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ചിലവർക്ക് ചായ വേണം, ചിലവർക്ക് ഐസ്ക്രീം വേണം, അങ്ങനെയൊക്കെ ആയിരുന്നേ. അങ്ങനെ ഇതെല്ലാം കൂടി കിട്ടുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ലാ കുസിനിയിലോട്ടാണ് കേട്ടോ പോയത്, തോപ്പുംപടിയിലുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ആ സമയത്ത് ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചായ ആവശ്യമുള്ളവർ അവിടെ നിന്ന് ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് എന്നതിന് ഐസ്ക്രീം നോക്കി പോകാമെന്ന് വിചാരിച്ചിറങ്ങി. ഇതേ പിള്ളേരൊക്കെ നല്ല ഉറക്കമായിരുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി തോപ്പുംപടി സ്കാൻഡി കയറിയിട്ട് ഓരോ ഐസ്ക്രീമും വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കേട്ടോ. കവര് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു നൈറ്റ് റൈഡ് ആയല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോകണേ കേട്ടോ. ഇപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. എല്ലാവരും നല്ല ടയേർഡും ആയിരുന്നു. അങ്ങനെ നേരെ കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.